മലപ്പുറത്തെ PMA സലാമിന്റെ ഡിവിഷനിൽ മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥി വന്നു. തിരൂരങ്ങാടി നഗരസഭ 25-ാം ഡിവിഷനിലാണ് ഒരു വിമത സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. നിലവിലെ 24-ാം ഡിവിഷൻ അംഗവും നഗരസഭാ ഉപാധ്യക്ഷയുമായ സുലൈഖ കാലുടിയാണ് വിമത സ്ഥാനാർത്ഥി. എനിക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയാണ്. ഞാൻ ലീഗ് ആളല്ലേ, ലീഗ് നിർത്തണില്ല. അപ്പം അതിൻ്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. ടീം പോസിറ്റീവിൻ്റെ ഒപ്പം ഞാനില്ല. ആര് പിന്തുണ തന്നാലും, ലീഗായാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ആര് എനിക്ക് പിന്തുണ, BJP ആയാലും, ഇവിടെ BJP ഇല്ലയെന്ന് എനിക്ക് ഉറപ്പാണ്. ആര് തന്നാലും ഞാൻ സ്വീകരിക്കും. ഞാൻ ഒരാളെ കൂടി പോയിട്ടില്ല. എല്ലാവരുടെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. ലീഗ് തന്നെ എനിക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഞാൻ ടീം പോസിറ്റീവായിട്ടല്ല, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സമീർ. SKN മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വോട്ട് ചെയ്യുന്ന ഡിവിഷനാണ് തിരൂരങ്ങാടി നഗരസഭ 25 KC റോഡ് എന്നുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ലീഗിന്റെ വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. നിലവിലെ നഗരസഭ ഉപാധ്യക്ഷയും മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവുമായിരിക്കുന്ന ഈ സുലൈഖ ആണ് ഇവിടെ ഇപ്പോൾ മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇവരുടെ പേര് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കും. ഇവർ മത്സരിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ അതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ തിരൂരങ്ങാടിയിലെ നേതൃത്വം ഇവർക്ക് സീറ്റ് നൽകേണ്ട പകരം ഹബീബ എന്ന് പറയുന്നവർ CP ഹബീബ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതോടുകൂടിയാണ് ഇവർ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ തിരുവങ്ങാടിയിലെ 25-ാം ഡിവിഷനിൽ CP ഹബീബിയാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഇവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിലെ ഉപാധ്യക്ഷയും മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവുമായിരിക്കുന്ന സുലൈഖ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഡിവിഷനിൽ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥി വരുന്നത് വലിയ ഒരു തലവേദനയാണ് മുസ്ലിം ലീഗിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവർ ആര് പിന്തുണച്ചാലും സ്വീകരിക്കുമെന്ന് ഇവർ ഉറപ്പു പറയുന്നു. മാത്രമല്ല നേരത്തെ 2 തവണ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തയാളാണ് സുലൈഖ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വലിയ ബുദ്ധിമുട്ടും വലിയ പ്രയാസവും സ്വാഭാവികമായും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന CP ഹബീബയുടെ പേരാണ് നിലവിൽ ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് എന്നുള്ളതും പ്രധാനം തന്നെയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.